ഹലോ, നമസ്കാരം. ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ജ്വല്ലറി ഹോളാണ്. മിനിമൽ ജ്വല്ലറിയാണ് കേട്ടോ. എന്നെപ്പോലെ മിനിമൽ ജ്വല്ലറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. ഒരിടയ്ക്ക് സിൽവർ ജ്വല്ലറീസ് ആയിരുന്നു ട്രെൻഡിങ് എങ്കിൽ ഇപ്പോൾ വീണ്ടും ഗോൾഡാണ് ഇന്നായിട്ടുള്ളത്. അപ്പോൾ ഗോൾഡിൽ തന്നെ ഇതുപോലെ ഉള്ള മിനിമൽ ജ്വല്ലറീസ് വളരെ സിമ്പിളായിട്ടുള്ള ഇയറിങ്സും അതുപോലെ ചെറിയ പെൻഡൻറ്റും ഒക്കെ ആയിട്ട് വരുന്ന ചെയിനും ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇന്നാണ്. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പമാണ് നമുക്ക് കൂടുതലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ടൊക്കെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം മീൻസ് എത്നിക് വെയറിൻ്റെ ഒപ്പവും നമുക്ക് വേണേൽ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, സിമ്പിൾ മതി എന്നുള്ളവർക്ക് എത്നിക് വെയറിൻ്റെ ഒപ്പം നമുക്കിതൊക്കെ പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും നമുക്ക് ഈ എത്നിക് വെയറിൻ്റെ ഒപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വെസ്റ്റേൺ വെയറിൻ്റെ കാര്യം വരുമ്പോൾ ജ്വല്ലറീസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള മിനിമൽ ജ്വല്ലറീസ് കുറച്ച് കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ ഓരോന്നായിട്ട് നോക്കാം. ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. എല്ലാം ആമസോണിൽ നിന്നാണ്. മാത്രമല്ല എൻ്റെ സ്റ്റോറിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കുക. പഴയ പ്രോഡക്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസോ സെയിൽ ഡീറ്റെയിൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ലേറ്റ് ആകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് കാണിക്കാനുള്ളത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഇയറിംഗ് ആണ്. ഇതേപോലെ ഈ ഒരു സിമിലർ പാറ്റേണിൽ വരുന്ന ഇയറിങ്സ് എൻ്റെ കയ്യിൽ വേറെയും ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഇന്നായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. മാത്രമല്ല എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഇടാനും വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഇട്ടുകൊണ്ട് പോവാം. സിമ്പിളായിട്ടുള്ളതായത് കാരണം നമുക്ക് എന്താ പറയുക, എനിക്ക് പൊതുവേ എല്ലാം എന്നെ അറിയുന്നവർക്കറിയാം. ഡ്രസ്സിങ്ങിലാണേലും ഒക്കെ ഞാൻ എപ്പോഴും ഭയങ്കര സിമ്പിളായിട്ടുള്ളത് നോക്കിയെടുക്കുന്ന കൂട്ടത്തിലാണ്. അതിപ്പോൾ എത്ര വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാലും ഞാൻ അതിൽ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റും ജ്വല്ലറിയും ഒക്കെ അങ്ങനെ വെക്കാനാണ് ഞാൻ മാക്സിമം നോക്കാറുള്ളത്. ഓക്കെ, മിനിമൽ ലുക്കാണ് എൻ്റെ ഒരു എന്താ പറയുക എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട്. എല്ലാ ഇയറിങ്സിലും ഈ ഒരു ചെയിൻ തന്നെയാണ് വരിക. ഇവിടെ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പ്ലെയിനായിട്ട് ഈ ഒരു ഗോൾഡൻ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കളർ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം ഇടാം. ഈ കാണുന്ന ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഈ ഒരു നീഡിൽ പോലെ ഇരിക്കുന്നത് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഈ ഹോളിലേക്ക് ഇറക്കാനുള്ളത്. ഓക്കെ, ഇതിങ്ങനെ ഹോളിലേക്ക് ഇട്ടതിന് ശേഷം ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ആൻഡ് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഈ കാണിക്കുന്ന ജ്വല്ലറീസ് ഒക്കെ ഒരു 200 അല്ലെങ്കിൽ ഒരു 300 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. അതുകൊണ്ട് ഒട്ടും മിസ്സാക്കണ്ട, നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇനി അടുത്തത് ഈ സിമ്പിളായിട്ട് വരുന്ന ഈ ഒരു പെൻഡൻറ്റോട് കൂടി വരുന്ന ഈ ഒരു ചെയിനാണ്. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇങ്ങനെയാണ്. ഭയങ്കര രസമുണ്ട്. സിമ്പിളായിട്ട് വരുന്ന ഒരു എന്താ പറയുക, ഒരു പെൻഡൻറ്റും അതുപോലെ തന്നെ എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം നമുക്കിത് പോവും. ഓക്കെ, വെസ്റ്റേൺ വെയർ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്പം നല്ല രസമായിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് പിമ്പിൾസൊക്കെ നല്ലവണ്ണം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് മാർക്സാണ്. പിമ്പിൾസൊക്കെ വന്നു പോയി. ഇതിപ്പോൾ മാർക്സാണ്. ഇത് ഭയങ്കര എന്താ പറയുക, എടുത്ത് കാണിക്കുന്നുണ്ട് റെഡായിട്ട്. കാരണം ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എടുത്താണ് കാണിക്കുന്നത് നേരിട്ട് കാണുന്നതിനേക്കാളും. ഓക്കെ, അപ്പോൾ കുറേ ആയിട്ട് കമൻസിൽ ഞാൻ കാണുന്നുണ്ട് എന്താ പറ്റിയെന്ന്. അപ്പോൾ ഞാനിത് ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പ്രോഡക്ട്സൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, ഹോർമോണൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര വന്നത്. ഓക്കെ, കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ടിട്ട് എന്താ മാറാത്തതെന്ന്. അപ്പം നമ്മുടെ പുറമേ ഉള്ളത് മാത്രമല്ല, നമ്മുടെ ബോഡിയിലുള്ള വേറെയും പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ട്രോപ്പിക്കലായിട്ട് എന്ത് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻറ്റേർണലി ഉള്ള ഇഷ്യൂസൊക്കെ മാറിയാൽ മാത്രമേ അത്
ഒക്കെ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോസിലും കാണാം. ഇതിപ്പോൾ ഞാൻ അടുത്ത് നിന്ന് വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളരെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, മിസ് ചെയ്യല്ലേ. നല്ലൊരു ഐറ്റമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്ത വീണ്ടും ഒരു ഇയറിങ്സ് തന്നെ കാണിച്ചു തരാം. ദേ ഇതാണ് കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെയിനോട് കുറച്ച് സിമിലർ ആയിട്ടുള്ള ഒരു ആ പെൻഡൻറ്റിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്ന താഴെ ഒരു കുഞ്ഞ് ഹാർട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, ഇതാണ്. ഇത് കുറച്ചൊരു വലിപ്പമുണ്ട്, തീരെ കുഞ്ഞ് സ്റ്റഡല്ല, എന്നാൽ അങ്ങനെ ഒരുപാട് ഇല്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ തീരെ കുഞ്ഞായിട്ടുള്ളത് ഇടണ്ട, എന്നാൽ ഒത്തിരി ഹെവി ആവണ്ട എന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ വേണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ജ്വല്ലറീസ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, ഇതിൽ വേറെ സ്റ്റോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് എത്ര ലാസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല, കാരണം ഞാനിതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ഇപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ പ്രൈസിന് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്താലും വേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇതിൻ്റെ ഒരു ഭംഗി അത്രയും രസമുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്ന പാറ്റേൺസ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ആമസോണിൽ വാലന്റൈൻസ് ഡേയുടെ ആ ഒരു സെയിലൊക്കെ തുടങ്ങുന്ന ടൈമിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ഹാർട്ട് ഷേപ്പിലൊക്കെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ കൂടുതലുള്ളത്. ഓക്കെ, ഇത് അഗെയിൻ ഒരു ഇയറിംഗ് ആണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി നമ്മൾ കാണുന്ന ഇയറിങ്സ് പോലെ ഇടാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയാണ്. ഓക്കെ, ഇതും ഇതും സെപ്പറേറ്റ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം, കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഈ ഇതിനോട് ഈ ആണി ഇങ്ങനെ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വരിക. ആൻഡ് ഈ ഒരു പീസ് ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ആണി ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഹാർട്ട് ഷേപ്പിൽ, ഓക്കെ, ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ കിടക്കും. ഓക്കെ, രസമുണ്ട്. ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒത്തിരി അങ്ങനെ വലിയ ഒരു സൈസ് അല്ല. ഓക്കെ, ഒരു മീഡിയം, തീരെ ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊരു മീഡിയം സൈസിൽ വരുന്നതായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്നത് തന്നെയാണ്. ദേ ഞാൻ അടുത്തതും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ കിടക്കും, രസമുണ്ട്. ഒരു കുറച്ച് വെറൈറ്റിയാണ്. നമ്മളിങ്ങനെ അനങ്ങുന്ന സമയത്തൊക്കെ മൂമെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ ഇതിങ്ങനെ മാറുമല്ലോ, അപ്പോൾ രസമുണ്ട്. അപ്പോൾ എഗെയിൻ ചെക്ക് ചെയ്ത് നോക്കൂ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷനിൽ ലാസ്റ്റ് പീസാണ്, അതും ഒരു ഇയറിംഗ് തന്നെയാണ്. ഓക്കെ, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് സ്റ്റോണും ബീഡ്സും ഒക്കെ വന്നിട്ടുള്ള ഭയങ്കര കുഞ്ഞ് സൈസിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതെ, ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എഗെയിൻ നമുക്ക് ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ബ്ലാക്കിൽ ഇങ്ങനെ കുഞ്ഞ് ഓഫ് വൈറ്റ് ഇങ്ങനെ ബീഡ്സ് ആണ് കേട്ടോ. അതേ ഇവിടെ ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുള്ളത് ബീഡ്സ് ആണ്, ആൻഡ് സ്റ്റോൺസും ഉണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.